നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചാലക്കുടി സൗത്ത് പോസ്റ്റ് ഓഫീസ് നിർത്തലാക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധം. മൂക്കന്നൂർ പഞ്ചായത്തിലെ കോക്കുന്ന് സെന്റ് ജോസഫ് ദേവാലയത്തിന്റെ കൂദാശകർമ്മം ഏപ്രിൽ 26-ന്. ചാലക്കുടിയിലെ ചോലാർട്ട് ഗാലറിയിൽ 2x2 ഗ്രൂപ്പ് ചിത്ര പ്രദർശനം ആരംഭിച്ചു. ചാലക്കുടിയിലെ പൈതൃകവും അഭിമാനവുമായ പാലസ് റോഡ് വെട്ടിമുറിച്ചതിൽ പാലസ് റെസിഡൻസ് കമ്മിറ്റി യോഗം പ്രതിഷേധിച്ചു. കോടാലിയിൽ പാമ്പുകടിയേറ്റ് മരിച്ച 8 വയസ്സുകാരൻ ആൽജോയുടെ വീട്ടിൽ വീണ്ടും പാമ്പിനെ കണ്ടെത്തിയതിൽ ആശങ്ക. വയനാട് ടൗൺഷിപ്പിലെ വീട്ടിൽ പോയി വിള്ളലുണ്ടായെന്ന് ആരോപിക്കപ്പെട്ട ഭാഗം സ്വന്തം നിലയ്ക്ക് പരിശോധിച്ചതിൽ വിശദീകരണവുമായി റവന്യൂ മന്ത്രി കെ രാജൻ. നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ രാഷ്ട്രപുത്രൻ ആയി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പൊതു താൽപര്യ ഹർജി സുപ്രീം കോടതി തള്ളി. വാർത്തകൾ വിശദമായി. ചാലക്കുടി സൗത്ത് പോസ്റ്റ് ഓഫീസ് നിർത്തലാക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധം. ചാലക്കുടി മരുത്തോമില്ലി ക്ഷേത്രത്തിനടുത്ത് കഴിഞ്ഞ 50 വർഷത്തിലധികമായി പ്രവർത്തിച്ചു വന്നിരുന്നതാണ് പോസ്റ്റ് ഓഫീസ്. പ്രതിഷേധ യോഗത്തിൽ സനീഷ് കുമാർ ജോസഫ് MLA, വാർഡ് കൌൺസിലർ KB ഉണ്ണികൃഷ്ണൻ, NSS കരയോഗം സെക്രട്ടറി KB മുരളീധരൻ എന്നിവർ പ്രസംഗിച്ചു. മൂക്കന്നൂർ പഞ്ചായത്തിലെ കോക്കുന്ന് സെന്റ് ജോസഫ് ദേവാലയത്തിന്റെ കൂദാശകർമ്മം ഏപ്രിൽ 26-ന് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3:30 നടക്കുമെന്ന് പള്ളി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എറണാകുളം അങ്കമാലി അതിരൂപത മേലധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ മുഖ്യ കാർമ്മികനാകും. കൂദാശകർമ്മം വൈകിട്ട് 7:30 നടക്കുന്ന പൊതുസമ്മേളനവും തുടർന്ന് സ്നേഹവിരുന്ന്. 8:15-ന് അഞ്ജു ജോസഫ് നയിക്കുന്ന ലൈവ് ബാൻഡും 3D പ്രൊജക്ഷൻ മാപ്പിംഗ് ഷോയും ഉണ്ടായിരിക്കും. വാർത്താസമ്മേളനത്തിൽ വികാരി റവറന്റ് ഫാദർ ഷാജൻ പുത്തൻപുരയ്ക്കൽ അറിയിച്ചു. ഏറെ സന്തോഷത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും ഇവിടെ ആയിരിക്കുക. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഇടവക ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇനി വളരെ അടുത്ത ചുരുങ്ങിയ ദിവസങ്ങളുള്ളൂ. ഏകദേശം 56 വർഷങ്ങൾ കടന്നു പോകുമ്പോൾ ഇതാ ഒരു പുതിയ ദേവാലയം കൂടി നമ്മുടെ കോക്കുന്നിൽ കടന്നു വരുന്നു. 2026 ഏപ്രിൽ 26 മേജർ ആർച്ച് ബിഷപ്പ്, സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് അഭിവന്യ തട്ടിൽ പിതാവ് റാഫേൽ തട്ടിൽ പിതാവാണ് കൂദാശകർമ്മം നിർവഹിക്കുക. 2024 മാർച്ച് 19 അഭിവന്യ ബോസ്കോ പിതാവാണ് ഈ ദേവാലയത്തിന് തറക്കല്ലിട്ടത്. 55 വർഷം പഴയ ദേവാലയത്തിൽ ശുശ്രൂഷകൾ നിർവഹിച്ച് ആ ദേവാലയം കാലപ്പഴക്കം വന്നപ്പോൾ ചുറ്റുപാടുമുള്ള ദേവാലയങ്ങൾ പണിതുയർത്തിയപ്പോൾ കോക്കുന്നിലെ ജൈവജനത്തിന് വലിയൊരു ആഗ്രഹമായിരുന്നു ഇവിടെ ഒരു പുതിയ ദേവാലയം ഈ കാലഘട്ടത്തിന് യോജ്യമായ രീതിയിൽ ഒരു പ്രാർത്ഥനാലയം പണിയണമെന്നുള്ളത്. തീർച്ചയായിട്ടും അത് സഫലമാവുകയാണ്. ചാലക്കുടിയിലെ ചോലാർട്ട് ഗാലറിയിൽ സംഘടിപ്പിച്ച 2x2 ഗ്രൂപ്പ് ചിത്ര പ്രദർശനത്തിന്റെ ഉദ്ഘാടനം PK കിട്ടൻ നിർവഹിച്ചു. വാസുദേവൻ പനമ്പള്ളി, അശ്വതി ബൈജു, KV അനിൽകുമാർ, TR സുനിൽ, ശ്രീനിവാസൻ, പ്രിയജ, ജുജു, ഹാരിഷ് എന്നിവർ സംസാരിച്ചു. TR സുനിൽലാൽ,
ക്യൂറേറ്റ് ചെയ്യുന്ന പ്രദർശനത്തിൽ കലയുടെ സാമൂഹിക പ്രസക്തിയും കലാ അധ്യാപകരുടെ സൃഷ്ടിപരമായ ഇടപെടലുകളെക്കുറിച്ചും സംസാരിക്കുകയുണ്ടായി. ചിത്രാങ്കണം കേരള കൂട്ടായ്മയിലെ കലാ അധ്യാപകരുടെ സൃഷ്ടികൾ ഉൾക്കൊള്ളുന്ന ഈ പ്രദർശനം കലാസ്നേഹികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. ഏപ്രിൽ 30 വരെ രാവിലെ 10 മുതൽ വൈകുന്നേരം 7 വരെ പ്രദർശനം പൊതുജനങ്ങൾക്ക് തുറന്നിരിക്കും. പ്രദർശനം സൗജന്യമാണ്. ചാലക്കുടിയുടെ പൈതൃകവും അഭിമാനവുമായ പാലസ് റോഡ് വെട്ടിമുറിച്ചതിൽ പാലസ് റെസിഡൻസ് കമ്മിറ്റി യോഗം പ്രതിഷേധിച്ചു. പ്രസിഡന്റ് വിൽസൺ കല്ലന്റെ അധ്യക്ഷതയിൽ ചേർന്ന കമ്മിറ്റി യോഗം മനോഹരമായ പാലസ് റോഡ് യാതൊരു അനുമതിയുമില്ലാതെ വെട്ടിമുറിച്ചതിൽ പ്രതിഷേധിക്കുകയും അധികൃതർക്ക് പരാതി നൽകാൻ തീരുമാനിക്കുകയും ചെയ്തു. രാവിലെ 10 മണിക്ക് യന്ത്രങ്ങളുമായി വന്ന് പണികൾ ആരംഭിച്ചപ്പോൾ ഗ്യാസ് പൈപ്പ് ഇടാൻ വേണ്ടി റോഡ് തുറക്കുന്നതാണ് എന്ന് പറഞ്ഞവർ ഉച്ചയായപ്പോൾ എയർടെൽ കേബിൾ സ്ഥാപിക്കാനാണ് എന്നാണ് പറഞ്ഞത്. നഗരസഭ അധ്യക്ഷയും കൗൺസിലർമാരും അറിയാതെ വെട്ടിപ്പൊളിക്കലിന് നേതൃത്വം നൽകിയവരെ തക്കതായ ശിക്ഷ നൽകി വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്നും മനോഹരമായി ടാറിങ്ങും കോൺക്രീറ്റിങ്ങും നടത്തി നഗരസഭയിലെ തന്നെ മാതൃക റോഡാക്കി മാറ്റിയ പാലസ് റോഡ് പോലെയുള്ള സ്ഥലങ്ങളിൽ എന്ത് പണികൾ നടത്തുമ്പോഴും കൗൺസിലറെയും അതാത് പ്രദേശത്തെ റെസിഡൻസ് അസോസിയേഷനുകളെയും അധികൃതർ അറിയിക്കണമെന്നും യോഗം ഓർമ്മിപ്പിച്ചു. സെക്രട്ടറി റാഫി ദേവസി, വൈസ് പ്രസിഡന്റ് PB പ്രഭ, രമണി നന്ദകുമാർ വർമ്മ, R കൃഷ്ണകുമാർ എന്നിവർ പ്രസംഗിച്ചു. നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ രാഷ്ട്രപുത്രനായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പൊതുതാൽപര്യ ഹർജി സുപ്രീംകോടതി തള്ളി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ ക്രെഡിറ്റ് ആസാദി ഹിന്ദ് ഫൗജിന് നൽകണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഹർജിക്കാരനെ തിരുത്താൻ കഴിയാത്തവൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് കോടതി ഉത്തരവ്. കോടതിയുടെ സമയം പാഴാക്കിയതിന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ച് ഹർജിക്കാരനായ പിനക്പാണി മൊഹന്തിയെ ശാസിച്ചു. അപ്രധാനമായി പൊതുതാൽപര്യ ഹർജികൾ സമർപ്പിച്ചതിന് മുമ്പ് ശാസിച്ചിരുന്ന വ്യക്തിയാണ് ഹർജിക്കാരനെന്ന് ചീഫ് ജസ്റ്റിസ് കണ്ടെത്തി. മുമ്പ് ഇത്തരമൊരു ഹർജി സമർപ്പിച്ചിരുന്നോ എന്ന് ചീഫ് ജസ്റ്റിസ് ചോദിച്ചപ്പോൾ ഇത്തവണ വ്യത്യസ്തമാണ് എന്നാണ് മൊഹന്തി ഹിന്ദിയിൽ മറുപടി നൽകിയത്. ഈ ആവശ്യമുന്നയിച്ച ഹർജി കോടതി നേരത്തെ തള്ളിയിട്ടുള്ളതാണ്. ഇങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് കോടതിയിൽ വിലക്ക് ഏർപ്പെടുത്തുമെന്നും ചീഫ് ജസ്റ്റിസ് അഭിപ്രായപ്പെട്ടു. പ്രശസ്തി നേടാനുള്ള ശ്രമമെന്ന് വിലയിരുത്തിയ കോടതി ഭാവിയിൽ ഹർജിക്കാരൻ സമർപ്പിച്ച ഒരു പൊതു താൽപര്യ ഹർജിയും പരിഗണിക്കരുതെന്ന് രജിസ്ട്രിയോട് നിർദ്ദേശിച്ചു. കോടാലിയിൽ പാമ്പുകടിയേറ്റ് മരിച്ച 8 വയസ്സുകാരൻ ആൽജോയുടെ വീട്ടിൽ വീണ്ടും പാമ്പിനെ കണ്ടെത്തിയതിൽ ആശങ്ക. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആൽജയുടെ മൃതദേഹം വീട്ടിൽ കൊണ്ടുവന്ന സമയത്താണ് ശംഖുവരയൻ ഇനത്തിൽപ്പെട്ട പാമ്പിൻ കുഞ്ഞിനെ വീട്ടിൽ കണ്ടത്. കഴിഞ്ഞ ദിവസം കുട്ടിയെ കടിച്ച പാമ്പിന്റെ അതേ വലുപ്പത്തിലുള്ള പാമ്പിനെയാണ് കണ്ടെത്തിയത്. ഇതോടെ പ്രദേശത്ത് ശംഖുവരയൻ പാമ്പിന്റെ കുഞ്ഞുങ്ങൾ നിരവധി ഉണ്ടോ എന്ന് പരിഭ്രാന്തി ഉയർന്നിട്ടുണ്ട്. പാമ്പിൻ കുഞ്ഞുങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്ന് കണ്ടെത്താൻ അധികൃതരും നാട്ടുകാരും ചേർന്ന് പരിശോധന നടത്താനുള്ള ശ്രമത്തിലാണ്. അതിനിടെ പോസ്റ്റ്മോർട്ടത്തിൽ ശംഖുവരയൻ പാമ്പിന്റെ കടിയേറ്റാണ് കുട്ടി മരിച്ചതെന്ന് സ്ഥിരീകരിച്ചു. ശരീരത്തിൽ നിന്ന് പാമ്പിൻ വിഷം കണ്ടെത്തിയതായും പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്നു. ആൽജയുടെ ജ്യേഷ്ഠ സഹോദരൻ അനോജിനും പാമ്പിന്റെ കടിയേറ്റിരുന്നു. അനോജ് ഗുരുതരാവസ്ഥയിൽ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുട്ടികൾ കിടന്ന മുറിയിലെ തലയിണക്കടിയിൽ കിടന്നിരുന്ന പാമ്പാണ് കുട്ടികളെ കടിച്ചത്. അൽജോയുടെ സംസ്കാരം കൊടുങ്ങ സെയിന്റ് സെബാസ്റ്റ്യൻസ് പള്ളി സെമിത്തേരിയിൽ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ നടന്നു. വയനാട് ടൗൺഷിപ്പിലെ വീട്ടിൽ പോയി വിള്ളലുണ്ടായെന്ന് ആരോപിക്കപ്പെട്ട ഭാഗം സ്വന്തം നിലയ്ക്ക് പരിശോധിച്ചതിൽ വിശദീകരണവുമായി റവന്യൂ മന്ത്രി കെ രാജൻ. അപകടകരമായ വിധത്തിലുള്ള പ്രചരണം നടക്കുന്ന സമയത്ത് വിഷയത്തിൽ പ്രതികരിക്കണമെന്ന് മാധ്യമങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ വിശദാംശങ്ങൾ നേരിട്ടറിയാതെ ലഭ്യമായ വിവരങ്ങൾ വെച്ച് പ്രതികരിക്കുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ് വയനാട് ടൗൺഷിപ്പിലേക്ക് പോയതെന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. താപനിലയിലുണ്ടാകുന്ന വ്യത്യാസം മൂലം നിർമ്മാണ വേളയിൽ ഉണ്ടാകാവുന്ന ഷ്രിങ്കേജ് ആണ് അവിടെ ഉണ്ടായത് എന്നാണ് ബന്ധപ്പെട്ട എഞ്ചിനീയർമാർ അറിയിച്ചത്. ക്രാക്ക് എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ ആളുകൾ മനസ്സിലാക്കുന്നത് അത് സ്ട്രക്ചറൽ ക്രാക്ക് എന്നാണ്. എന്നാൽ അത് അത്തരത്തിലുള്ളതല്ല എന്ന് അന്ന് അവിടെ ചെന്ന് പരിശോധിച്ചപ്പോൾ എഞ്ചിനീയർമാർ ഉറപ്പ് നൽകുകയും വീടിന്റെ ഉറപ്പിനെ ബാധിക്കില്ലെന്ന് പറയുകയും ചെയ്തു. ആ ഘട്ടത്തിലാണ് വീടിനുള്ളിലേക്ക് പോയത്. അവിടെ വീടിനുള്ളിൽ പെൻസിൽ കൊണ്ട് അടയാളപ്പെടുത്തിയതാണെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞപ്പോൾ പെൻസിൽ കൊണ്ട് തന്നെ അടയാളപ്പെടുത്തിയത് ആണോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് നോക്കിയത്. രാജൻ പറഞ്ഞു. ചൂരൽമലക്കാർക്ക് താൻ മന്ത്രിയല്ലെന്നും വീട്ടുകാരനായിട്ടുള്ള ആളാണെന്നും രാജൻ പറഞ്ഞു. എൻ്റെ വീട്ടുകാർക്ക് അങ്ങനെ ഒരു വീട് ഏൽപ്പിക്കുമ്പോൾ വിള്ളലുണ്ട് എന്ന ചെറിയ ആശങ്ക പോലും നിലനിൽക്കാൻ പാടില്ലെന്ന് തനിക്കുണ്ടായിരുന്നു. താൻ മേശപ്പുറത്ത് കയറിയത് തെറ്റാണെന്ന് പറയുന്നവരോട് എൻ്റെ നാടിൻ്റെ അഭിമാനം കാക്കാൻ ഇതിനേക്കാൾ പൊക്കത്തിലും കയറും എന്നാണ് പറയാനുള്ളതെന്നും മന്ത്രി പറഞ്ഞു. ദന്തഗോപുരങ്ങളിൽ ഇരുന്ന് നിയന്ത്രിക്കുന്ന രീതി നേരത്തെയും ഞങ്ങൾക്കില്ല. വിള്ളലുണ്ടെന്ന ആരോപണമുയർന്ന വീടിന്റെ ഉടമയായ നൌഫലിനെ
സാമൂഹിക മാധ്യമങ്ങളിലൂടെയോ അല്ലാതെയോ ആക്രമിക്കുന്ന ഒരു പണിക്കും ആരും മുതിരരുത്. നൌഫൽ ദുരന്തബാധിതനായ മനുഷ്യനാണ്. അയാൾ വികാരപരമായി എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി അദ്ദേഹത്തെ ആക്രമിക്കുന്ന ഒരു പണിയും ചെയ്യരുത്. കൂലിപ്പണിക്കാരൻ രാജൻ തൃശൂരിൽ നിന്നൊരു പണിക്കാരനെ കെട്ടി വാർക്കപ്പണിക്ക് എന്നൊക്കെ കേൾക്കേണ്ടി വന്നു. കൂലിപ്പണിക്കാരൻ രാജൻ എന്ന് കേൾക്കേണ്ടി വരുമ്പോൾ ആത്മാഭിമാനം വർദ്ധിക്കുന്നതല്ലാതെ ഒരു തരി പോലും അത് കുറഞ്ഞിട്ടില്ല. മന്ത്രിയായി 5 വർഷം കഴിഞ്ഞ് പാർട്ടി ഓഫീസിലേക്ക് കയറി വരുമ്പോൾ മുതലാളി രാജൻ എന്ന് കേട്ടിട്ടില്ലല്ലോ എന്നും അദ്ദേഹം പറഞ്ഞു. എന്തെല്ലാം കേൾക്കേണ്ടി വന്നു. കൂലിപ്പണിക്കാരൻ രാജൻ, തൃശ്ശൂരിൽ നിന്നൊരു പണിക്കാരനെ കിട്ടി വാർക്കപ്പണിക്ക്. ഞാൻ തുറന്നു പറയട്ടെ, ഒരു കൂലിപ്പണിക്കാരൻ രാജൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ ഈ പാർട്ടി ഓഫീസിൽ നിന്ന് പറയാം, എനിക്ക് ആത്മാഭിമാനം വർദ്ധിക്കുന്നതല്ലാതെ ഒരു തരി പോലും അത് കുറഞ്ഞിട്ടില്ല. PC ജോഷിയുടെയും രാജേഷ് റാവുവിൻ്റെയും P കൃഷ്ണപിള്ളയുടെയും ഒക്കെ സ്മരണകൾ അടങ്ങുന്ന ഈ പാർട്ടി ഓഫീസിൽ നിന്ന് എന്നെ മന്ത്രിയായി ചുമതലപ്പെടുത്തി പറഞ്ഞു വിട്ട് 5 വർഷം കഴിഞ്ഞ് കയറി വരുമ്പോൾ മുതലാളി രാജൻ എന്ന പേര് കേട്ടില്ലല്ലോ. കൂലിപ്പണിക്കാരൻ രാജൻ എന്ന് പറയുന്നതിൽ ആത്മാഭിമാനമുള്ളയാളാണ് ഞാൻ എന്ന് ആവർത്തിച്ച് വികാരപരമായി തന്നെ പറയണം എന്നാണ് എനിക്കിഷ്ടം. കാരണം ഞാൻ പ്രതിനിധീകരിക്കുന്നത് ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധിയാണ് എന്നുള്ളത് കൊണ്ട് ആ കൂലിപ്പണിക്കാരൻ്റെ ഹൃദയവികാരങ്ങളും വേദനകളും അറിയുന്ന തൊഴിലാളികളുടെയും കൂലിപ്പണിക്കാരുടെയും ഒക്കെ വേദനകൾ അറിയുന്ന ഒരു മണ്ണിൽ നിന്ന് വന്ന ഒരാളെന്ന നിലയിൽ ഞാൻ എൻ്റെ അഭിമാനകരമായിട്ടുള്ളൊരു സമ്മാനമായി സുഹൃത്തുക്കളിൽ നിന്ന് അത് ഹൃദയപൂർവ്വം ഏറ്റുവാങ്ങുന്നു. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, എന്നെ നികൃഷ്ടനാക്കാനോ എന്നെ തള്ളിപ്പറയാനോ വേണ്ടിയാണല്ലോ കൂലിപ്പണിക്കാരൻ്റെ പേര് ഉപയോഗിച്ചത്. അപ്പോൾ കൂലിപ്പണിക്കാരനെ കുറിച്ച് ഈ പറയുന്നവൻ്റെ സങ്കല്പം എന്തായിരിക്കും? ഓരോരുത്തരുടെയും സംസ്കാരത്തിനും ഓരോരുത്തരുടെയും ഇഷ്ടത്തിനും ചേർന്ന വിധത്തിൽ അങ്ങനെ പറയുന്നതിൽ ഒരു പ്രശ്നവും എനിക്കില്ല. വളരെ അഭിമാനത്തോടെ ഞാനത് ഏറ്റെടുത്തതായി സവിനയം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. പവന് 360 രൂപയാണ് കുറഞ്ഞത്. 1,13,880 രൂപയാണ് ഒരു പവൻ സ്വർണ്ണത്തിന്റെ വില. ഗ്രാമിന് ആനുപാതികമായി 45 രൂപയാണ് കുറഞ്ഞത്. 14,235 രൂപയാണ് ഒരു ഗ്രാം സ്വർണ്ണത്തിന്റെ വില. പശ്ചിമേഷ്യൻ സംഘർഷസ്ഥിതി വീണ്ടും വഷളായി എന്ന് സൂചന നൽകി ഇറാൻ ചരക്ക് കപ്പൽ അമേരിക്ക പിടിച്ചെടുത്തതടക്കമുള്ള വിഷയങ്ങളാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. ഇതിനെ തുടർന്ന് എണ്ണവില വീണ്ടും ഉയർന്നിരിക്കുകയാണ്. എണ്ണവില ഉയർന്നതോടെ സ്വാഭാവികമായി ആഗോള വിപണിയിൽ സ്വർണ്ണവില കുറയുകയായിരുന്നു. ഇതാണ് കേരളത്തിലെ സ്വർണ്ണ വിൽപ്പനയിൽ പ്രതിഫലിച്ചത്. ജനുവരി 29 രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് സ്വർണ്ണവിലയിലെ റെക്കോർഡ്. ഡിസംബർ 23 പവൻ വില ആദ്യമായി 1 ലക്ഷം കടന്നത്. കേരളത്തിൽ അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 22 തീയതി വരെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട നേരിയ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെടുന്നത്. മഴയ്ക്കൊപ്പം ഇടിമിന്നലും ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ ജാഗ്രത വേണം. ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണം എന്നില്ലാത്തതിനാൽ ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കരുത്. അക്ഷയ തൃതീയ ദിനമായ ഞായറാഴ്ച വിൽപ്പനയിൽ നേട്ടവുമായി സംസ്ഥാനത്തെ സ്വർണ്ണ വ്യാപാരികൾ. കേരളമെമ്പാടുമുള്ള 12,000 ജ്വല്ലറികളിൽ നിന്നായി ഞായറാഴ്ച വൈകിട്ട് വരെ ഏകദേശം 1,260 കോടി രൂപയുടെ വ്യാപാരം നടന്നതായാണ് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷന്റെ കണക്ക്. ഏകദേശം 900 കിലോയുടെ സ്വർണ്ണമാണ് വിറ്റുപോയത്. അക്ഷയ തൃതീയ ദിനത്തിൽ സ്വർണ്ണവിലയിൽ വർധന ഉണ്ടായില്ലെന്നത് വാങ്ങാനെത്തിയവർക്ക് ആശ്വാസമായതായും ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി S. അബ്ദുൾ നാസർ പറഞ്ഞു. ദേശീയപാത ചിറങ്ങരയിൽ ടൂറിസ്റ്റ് ബസ് ഓട്ടോറിക്ഷയുമായി കൂട്ടിയിടിച്ചു. അപകടത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. സാരമായി പരിക്കേറ്റ ഓട്ടോറിക്ഷ ഡ്രൈവറെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:30 അപകടം. കൊച്ചിയിൽ നിന്നും ഹൈദരാബാദിലേക്ക് പോയിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. നിർമ്മാണം പൂർത്തിയായി മേൽപ്പാലത്തിന്റെ മുകളിലൂടെ വാഹനങ്ങൾ കടത്തിവിടുന്നത് ദേശീയപാതയിലെ ക്ലിയറൻസ് പൂർത്തിയാക്കാതെയാണ്. മേൽപ്പാലം ഇറങ്ങി വരുന്ന ഭാഗങ്ങളിൽ യൂട്ടേൺ നിലനിർത്തിയത് അപകടത്തിന് കാരണമായി. ചാലക്കുടി ഐനിക്കാട് മഠത്തിൽ ഗോപാലകൃഷ്ണൻ എന്ന പത്മനാഭസ്വാമി നിര്യാതനായി. 80 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 11 ചാലക്കുടി ഗവൺമെന്റ് ആശുപത്രിക്കടുത്തുള്ള ബ്രാഹ്മണ രുദ്ര ശ്മശാനത്തിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടി സൗത്ത് പോസ്റ്റ് ഓഫീസ് നിർത്തലാക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധം. മൂക്കന്നൂർ പഞ്ചായത്തിലെ കോക്കുന്ന് സെന്റ് ജോസഫ് ദേവാലയത്തിന്റെ കൂദാശകർമ്മം ഏപ്രിൽ 26.
ചാലക്കുടിയിലെ ചോലാർട്ട് ഗാലറിയിൽ 2x2 ഗ്രൂപ്പ് ചിത്ര പ്രദർശനം ആരംഭിച്ചു. ചാലക്കുടിയിലെ പൈതൃകവും അഭിമാനവുമായ പാലസ് റോഡ് വെട്ടിമുറിച്ചതിൽ പാലസ് റെസിഡൻസ് കമ്മിറ്റി യോഗം പ്രതിഷേധിച്ചു. കോടാലിയിൽ പാമ്പുകടിയേറ്റ് മരിച്ച 8 വയസ്സുകാരൻ ആൽജോയുടെ വീട്ടിൽ വീണ്ടും പാമ്പിനെ കണ്ടെത്തിയതിൽ ആശങ്ക. വയനാട് ടൗൺഷിപ്പിലെ വീട്ടിൽ പോയി വിള്ളലുണ്ടായെന്ന് ആരോപിക്കപ്പെട്ട ഭാഗം സ്വന്തം നിലയ്ക്ക് പരിശോധിച്ചതിൽ വിശദീകരണവുമായി റവന്യൂ മന്ത്രി കെ രാജൻ. നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ രാഷ്ട്രപുത്രൻ ആയി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പൊതു താൽപര്യ ഹർജി സുപ്രീം കോടതി തള്ളി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.